Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് എന്നായിരിക്കും ആരംഭിക്കുക? ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാം ഡേറ്റിനെ റിലേറ്റ് ചെയ്തിട്ട്. അതിനുശേഷം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സംശയങ്ങളാണ് എക്സാം ഡേറ്റിനെ പറ്റിയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. MCOM 4 സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ MCOM 4 സെമസ്റ്റർ എക്സാംസ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഇതിനെ പറ്റിയുള്ള സംശയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനേക്കാൾ മുമ്പ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യം, കഴിഞ്ഞ വർഷം 4 സെമസ്റ്റർ എക്സാംസ് നടന്നത് ജൂലൈ മന്തിലാണ്. അതിനുള്ള റീസൺ, ഇത്രത്തോളം ഡിലേ വരാനുള്ള റീസൺ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അതിനേക്കാൾ മുമ്പുള്ള വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തിലാണ് എക്സാംസ് 4th കണ്ടുവരാറ്. കാരണം നിങ്ങളുടെ 2 ഇയർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഹയർ സ്റ്റഡിക്കോ BEd പോകാനോ, അതല്ലെങ്കിൽ MPhil ചെയ്യാനോ PhD ചെയ്യാനോ ജോലിക്കോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങളൊരു പുതിയ കോഴ്സ് പഠിക്കാനോ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഏപ്രിൽ മാസത്തിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് ഡിലേ എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് വരാറ്. അപ്പോൾ ഇപ്രാവശ്യം ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ എക്സാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പറഞ്ഞു പാസ്റ്റ് ബേസിലാണ്, ഇതിനേക്കാൾ മുമ്പ് യൂണിവേഴ്സിറ്റി ചെയ്ത കാര്യങ്ങളുടെ ബേസിലാണ് ഏപ്രിൽ മാസത്തിൽ എക്സാം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞേ. ദെൻ ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ കലണ്ടർ, അക്കാഡമിക് കലണ്ടർ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം. യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കലണ്ടർ ഉണ്ട്, ഓരോ സെമസ്റ്ററിൻ്റെയും എക്സാംസ് എന്നായിരിക്കും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് കലണ്ടർ ഉള്ള ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഫോളോ ചെയ്യുന്നത് വളരെ കുറവാണ്. അത് ഇതിനേക്കാൾ മുമ്പുള്ള വർഷങ്ങളുടെ ബേസിലാണ് പറഞ്ഞത്. ഇതിനേക്കാൾ മുമ്പ് എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി അക്കാഡമിക് കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി വരുന്നത് വളരെ കുറവായിരുന്നു. ബട്ട് ഈ വർഷം നമുക്കറിയാം, കഴിഞ്ഞ വർഷം MCOM 3rd സെമസ്റ്റർ എക്സാംസ് ജനുവരി മാസത്തിലാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഇപ്രാവശ്യം നവംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇപ്രാവശ്യം അവർ എല്ലാതും നേരത്തെ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. സോ കുട്ടികൾ അക്കാഡമിക് കലണ്ടറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ MCOM 4 സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കലണ്ടർ പ്രകാരം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ജൂൺ 6-ാം തീയതിയാണ് എക്സാംസ് MCOM 4th സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് എൻഡ് ചെയ്യേണ്ടത് 23/6-നാണ്. അപ്പോൾ ജൂൺ മാസത്തിലേക്ക് നമ്മുടെ എക്സാംസ് നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കുട്ടികൾ ചോദിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ ഏപ്രിൽ എന്ന് പറഞ്ഞു? അപ്പോൾ ഏപ്രിൽ തന്നെ ഉണ്ടാവോ, ജൂണിൽ ഉണ്ടാവോ? ഇതാണ് കുട്ടികൾക്ക് അറിയണ്ടേ. അപ്പോൾ നിങ്ങളുടെ ഇത് പറയാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് ഏപ്രിൽ തന്നെ കുട്ടികൾക്കൊരു ഏപ്രിൽ വെച്ച് പഠനം ആരംഭിക്കാൻ എന്തുകൊണ്ട് പറഞ്ഞു? അതിൻ്റെ റീസൺ ആണ് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ അക്കാഡമിക് കലണ്ടർ ഫോളോ ചെയ്ത് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല, വളരെ കുറവാണ്. അവർ പറഞ്ഞ ഡേറ്റിൽ വളരെ കുറവ് പ്രാവശ്യം മാത്രമാണ് എക്സാംസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു നവംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ബേസിൽ കൂടിയാണ് നമ്മൾ, പിന്നെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സെമ്മാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഹയർ സ്റ്റഡീസിനൊക്കെ പോകേണ്ടതായിട്ട് വരും. സോ അതിൻ്റെ ബേസിൽ നോട്ടിഫിക്കേഷനും വന്നു ജനുവരിയിൽ. അപ്പോൾ നമ്മളൊരു ഏപ്രിൽ മാസത്തിലെ എക്സാംസ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. ബട്ട് കലണ്ടറിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജൂണിലാണ്. അപ്പോൾ
നമ്മളൊരു വീഡിയോ ആ സമയത്ത് ചെയ്യാൻ കാരണം തന്നെ എപ്പോഴായിരിക്കും എക്സാംസ് എന്നുള്ള ഒരുപാട് കമൻറ്റ്സ് വന്നുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നമ്മൾ ആ കമൻറ്റിൻ്റെ ബേസിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കലണ്ടറിൽ ജൂൺ മാസത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ ജൂണിലേക്ക് വെച്ച് പഠിച്ചാൽ മതി, അങ്ങനെ ഒരു ഇൻഫർമേഷൻ വെക്കുകയാണെങ്കിൽ എല്ലാവരും പഠനത്തിൽ വളരെയധികം സ്ലോയിലേക്ക് ആയിരിക്കും പോവുക. നമുക്ക് ഉറപ്പില്ല. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസത്തിനുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ബേസിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ തന്നെ വെക്കണം. ബട്ട് കലണ്ടറിൽ നോക്കുമ്പോൾ ജൂൺ 6-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ 6-ാം തീയതിയിലേക്ക് ജൂൺ 6-ാം തീയതിയിലേക്ക് ആയിരിക്കും എന്നുള്ളൊരു ബേസിൽ കാര്യങ്ങൾ കൺവേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡിലേയിലായിരിക്കും പഠിക്കുക. നമ്മൾ ആ രീതിയിൽ കുട്ടികൾക്ക് കൺവേ ചെയ്തിട്ട് എക്സാംസ് അവർ ഏപ്രിൽ വെച്ചാലോ, പെട്ടെന്നൊരു ദിവസം ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് തൊട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ആകെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷനിലോട്ട് നമുക്ക് ഇപ്പോഴും എത്താൻ സാധിക്കില്ല. അക്കാഡമിക് കലണ്ടർ ബേസിൽ നോക്കുമ്പോൾ ജൂൺ 6-ാം തീയതിയാണ് കാണുന്നത്. ബട്ട് നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസത്തിനുള്ളിൽ സാധാരണ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു കോഴ്സിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോട്ടൊക്കെ പോകേണ്ട ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് ഒരു സേഫായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഏപ്രിൽ ഉണ്ടാകാം. സോ അതിൻ്റെ ബേസിൽ നിങ്ങൾ പഠനം ആരംഭിക്കുക. ഇനി നിങ്ങൾക്ക് കലണ്ടറിൻ്റെ പോലെ, അക്കാഡമിക് കലണ്ടറിൻ്റെ പോലെ ജൂൺ 6-ാം തീയതിയിലേക്ക് അങ്ങനെ എക്സാം നീട്ടി ആ ബേസിലാണ് ഡേറ്റ് വരാണെങ്കിൽ 1 മാസം കൂടിയും കൂടുതൽ കിട്ടും. ഏപ്രിൽ എന്നുള്ളത് ഈ പറയുന്ന പോലെ ഏപ്രിൽ, മെയ് കഴിഞ്ഞ് ജൂൺ 1 മാസം കൂടിയും കൂടുതൽ കിട്ടും. ഇതിനൊരു കൺഫർമേഷൻ ഇപ്പോഴും പറയാൻ സാധിക്കില്ല, ഞാൻ പറഞ്ഞു. സോ ഏപ്രിൽ ഉണ്ടാവും എന്നുള്ള ബേസിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അക്കാഡമിക് കലണ്ടറിൻ്റെ ബേസിൽ 1 മന്ത് കൂടി കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇത് മാത്രമാണ് അറ്റ് പ്രസൻറ്റ് ഒരു കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററിയുടെ ബേസിലാണ് നമ്മളിത് പറഞ്ഞതെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കലണ്ടർ കറക്റ്റായിട്ട് കലണ്ടർ പബ്ലിഷ് ചെയ്യലുണ്ട്, അത് ഫോളോ ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ നേരത്തെ വരാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഏപ്രിൽ വരാണെങ്കിൽ ദെൻ ജൂണിലോട്ടത് ലേറ്റ് ആവുകയാണെങ്കിൽ 1 മന്ത് യൂസ് ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.